നമ്മളിന്ന് എടുത്തിട്ടുള്ള ട്രേഡ് അപ്ഡേറ്റ്സ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 22,550 സി ആണെന്ന് വാങ്ങിച്ചിട്ടുള്ളത്. നിഫ്റ്റിയുടെ 22,550 സി 170 റേഞ്ചിൽ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. എൻട്രി എടുത്ത സമയം എന്ന് പറഞ്ഞാൽ 9:30 എൻട്രി എടുത്തു. അത് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ട്രേഡ് 133 നമ്മൾ എക്സിറ്റ് അടിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ലോജിക്കിലോട്ട് എത്തിയത്, അല്ലെങ്കിൽ ഈ ഒരു ട്രേഡിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എന്താണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് നിഫ്റ്റിയിലോട്ട് പോകുന്നതിന് മുമ്പ് ബാങ്ക് നിഫ്റ്റിയുടെ ഒന്ന് ചാർട്ട് കണ്ടിട്ട് വരാം. കാരണം ബാങ്ക് നിഫ്റ്റിയിലാണ് ഞാൻ ആദ്യം ഒരു ട്രേഡ് എൻട്രി ചെയ്യാനായിട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് പ്രീമിയം കിട്ടിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര നല്ല വോളറ്റൈലായിട്ടുള്ളൊരു മാർക്കറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീമിയത്തിലൊക്കെ നല്ലൊരു ഹൈക്ക് വന്നു. അപ്പോൾ നമുക്കൊന്ന് 15 മിനിറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ചാർട്ടിലോട്ട് പോകുമ്പോൾ മനസ്സിലാവും ഈ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുള്ളത്, അല്ലേ? അപ്പോൾ അതിനുശേഷം ഇവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായി. അപ്പോൾ ഈ ഒരു സോൺ ഏകദേശം 48,000 അല്ലെങ്കിൽ 49,000 എന്ന് പറയുന്നൊരു സോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളൊരു സോണാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ സപ്പോർട്ടായിരുന്ന അല്ലെങ്കിൽ നേരത്തെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിരുന്ന സോണായിരുന്നു. ഇപ്പോൾ ആ സപ്പോർട്ട് ഫേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കണ്ടു ഞാനൊരു ബേസിക്കലി ഒരു ബുള്ളിഷ് വ്യൂ ആയിരുന്നു മാർക്കറ്റിലുണ്ടായിരുന്നത്. ഈ ഒരു റേഞ്ചിൽ സപ്പോർട്ട് എടുക്കും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ശരിക്കും ഈ ഒരു കഴിഞ്ഞ ദിവസത്തെ ഒരു ഫാള് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെയായിരുന്നു ഒരു ബ്രേക്ക് ഡൗൺ വന്നിട്ടുള്ളത്. അപ്പോൾ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്ന ഒരു സോണും കൂടെയാണ് ബാങ്ക് നിഫ്റ്റി. ബ്രേക്ക് ഡൗൺ കഴിഞ്ഞ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നൊരു സോണും കൂടെയാണ്. അപ്പോൾ എൻ്റെ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു സോൺ നമുക്ക് 15 മിനിറ്റിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു റെസിസ്റ്റൻസിൽ നമുക്ക് ഇവിടെ വന്ന് അത് ടെസ്റ്റ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം എൻ്റെ എക്സ്പെക്റ്റേഷൻ പ്രകാരം ഈ ഒരു ഏരിയയിൽ 49,000 നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് തന്നിരുന്നു. 2 തവണ ഫാൾസ് ബ്രേക്കായി. അതായത് ഒരു തവണ ഇത് വന്നിട്ട് ഇവിടെ നിന്ന് ഈ ഒരു ബ്രേക്ക് ഡൗൺ തന്നതിന് ശേഷം പിന്നെ വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് വന്നു. ആ ബ്രേക്ക് ഔട്ട് വീണ്ടും ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ടായി. അപ്പം അങ്ങനെ ഒരു വലിയ രീതിയിലുള്ളൊരു വയലൻ്റ് മൂവ് നടക്കുന്ന ഒരു ഏരിയയാണ് 49,000 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ ഞാൻ ബേസിക്കലി ഈ ഒരു 49,000 ഈ ഒരു റെസിസ്റ്റൻസ് സോണും കൂടെ ജസ്റ്റ് ഒന്ന് ട്രെൻഡ് ലൈനും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബുള്ളിഷ് ടൈപ്പ് ഓഫ് പാറ്റേൺ അവിടെ ഫോം ചെയ്യുന്നതായിട്ട് കണ്ടായിരുന്നു ആ ഒരു ട്രെൻഡ് ലൈനിൽ. അപ്പോൾ അതുകൊണ്ടാണ് അത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഒരു സോൺ 49,000 എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ഒരുപാട് ഷോർട്ട് പൊസിഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസം അവിടെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷോർട്ട് പൊസിഷൻ ശരിക്കും എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു റാലി ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 49,000 മുകളിലായിട്ട്. പക്ഷേ ഇന്ന് അവിടെ ശരിക്കും ഒരു 49,000 ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. പിന്നെ അതിനുശേഷം നമുക്ക് 5 മിനിറ്റിലോട്ട് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. 5 മിനിറ്റിലോട്ട് പോകുമ്പോൾ മനസ്സിലാവും നമുക്ക് കറക്റ്റ് ഞാൻ ഉദ്ദേശിച്ചിരുന്ന ആ എൻട്രി സോണിൽ തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റി വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സോൺ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഇവിടെ നിന്നൊരു ഈ ഒരു സോണിൽ തന്നെ ബ്രേക്ക് ഔട്ടായി അതിനുശേഷം ഒരു സപ്പോർട്ട് റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ബാങ്ക് നിഫ്റ്റി. പക്ഷേ ഓപ്പണിങ്ങിൽ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിരുന്നു. ഓപ്പണിംഗ് ആ റേഞ്ചിൽ തന്നെ ഇവിടെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് തിരിച്ച് താഴെ വന്നു. അപ്പോൾ അത് കറക്റ്റ് ഒരു ബൈ പൊസിഷൻ ആയിരുന്നു. ശരിക്കും ഇവിടെ നിന്നൊരു ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്നൊരു ബൈ പൊസിഷൻ ആയിരുന്നു. ഈ പറഞ്ഞ ലോജിക്ക് സിമ്പിളാണ്. ജസ്റ്റ് ഇവിടെ നിന്ന് ഷോർട്ട് ചെയ്തവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടാവും. ആ സ്റ്റോപ്പ് ലോസ് അടിച്ച് ആ ഒരു പൊസിഷനിലാണ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ആയത്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നൊരു തിരിച്ച് റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു റാലി ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു ഏരിയയിലായിരുന്നു എൻട്രി എടുക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് എടുക്കുന്ന സോണിൽ. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് 50-20 അല്ലെങ്കിൽ 80-30 എന്ന് പറഞ്ഞ സമയത്ത് ബാങ്ക് നിഫ്റ്റിയിൽ ഹൈ പ്രീമിയം ആയിരുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റ് റിസ്ക് റിവാർഡും കാര്യങ്ങളൊന്നും മാച്ച് ആയില്ല. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിലെ ട്രേഡ് വിട്ടിട്ടാണ് ഞാൻ പിന്നെ നിഫ്റ്റിയിലോട്ട് പോയത്. അപ്പോൾ നിഫ്റ്റിയിൽ നോക്കുന്ന സമയത്ത് മനസ്സിലാവും കഴിഞ്ഞ ദിവസം സംഭവിച്ച അതേ ഒരു ട്രാപ്പ് ട്രേഡ് ആയിരുന്നു. നമുക്കിവിടെ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ സെയിം പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ലോങ് പൊസിഷൻ തന്നെയായിരുന്നു. എൻ്റെ വ്യൂ ബുള്ളിഷ് ആണതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ലോങ് പൊസിഷൻ എടുത്തായിരുന്നു. 9:30 ക്യാൻഡിൽ തന്നെ ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സോൺ ഫേക്ക് ബ്രേക്ക് ഔട്ടായി. ഇവിടെ നമുക്ക് ബ്രേക്ക് ചെയ്തൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആയിട്ടാണ് പിന്നെ വലിയൊരു ഫാള് നമ്മൾ കണ്ടത്. അതേ സെയിം കാര്യം തന്നെയാണ് ഏകദേശം ഇന്നും സംഭവിച്ചത്. പക്ഷേ ഇന്നൊരു മാർക്കറ്റ് ഒരു ഹൈലി വോളറ്റാലിറ്റിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കും മനസ്സിലാവും നല്ല രീതിയിൽ വോളറ്റൈൽ ആവുന്നുണ്ട്. സൈഡ് വൈസ് ടു വോളറ്റൈൽ ആയിരുന്നു. സൈഡ് വൈസ് ആണെന്നുണ്ടെങ്കിൽ അത്രയും പോയിന്റ് അപ്പ് സൈഡ് ഡൗൺ സൈഡും നമുക്ക് കാണാനായിട്ട് പറ്റി. കാരണം ഇവിടെ ഞാൻ എൻട്രി എടുത്ത പോയിന്റ് ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു സംഭവം ഈ ഒരു സപ്പോർട്ട് ഫേസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിഫ്റ്റിയിൽ ഞാനൊരു എൻട്രി കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം
ഈ ഒരു സോണിൽ വന്ന് ടെസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത അതേ സോൺ, ആ സെയിം സോണിൽ തന്നെയായിരുന്നു സപ്പോർട്ട് എടുക്കുന്നത് കണ്ടത്. അപ്പോൾ ആ സപ്പോർട്ട് എടുക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു ക്യാൻഡിൽ കറക്റ്റ് ക്ലോസ് ആണ്, അല്ലെങ്കിൽ കറക്റ്റ് ഒരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിലായിരുന്നു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. 9:30 ആ ഒരു ടൈമിൽ ഈ ഒരു ഏരിയയിൽ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കറക്റ്റായിട്ട് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഈ ഒരു ക്യാൻഡലിൽ കറക്റ്റ് തൊട്ടടുത്ത് ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ്സ് കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. പിന്നെ അതിനുശേഷം വലിയൊരു മൂവ്മെൻ്റ് ഒന്നും ശരിക്കും മാർക്കറ്റിൽ ഉണ്ടായില്ല. ഈ ഒരു ഏരിയയിൽ തന്നെ കൺസോളിഡേറ്റ് പോവുകയാണ് ചെയ്തത്. ഞാൻ ബേസിക്കലി ഈ ഒരു നമ്മുടെ കറക്റ്റ് റിസ്ക് റിവാർഡ് അല്ലെങ്കിൽ റിസ്ക് എൻ്റെ മീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വേറെ ട്രേഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഹൈലി വോളറ്റൈലും കൂടെയാണ്. നമുക്ക് മനസ്സിലാവും നല്ല രീതിയിൽ മാർക്കറ്റ് വോളറ്റൈലും കൂടെ ആയിരുന്നു.